കഴിഞ്ഞ 50 വർഷത്തെ ചിരിയുടെ ചരിത്രം പറയുമ്പോൾ ഞാനുൾപ്പെടെ നിരവധി കലാകാരന്മാരുടെ തുടക്കം, അവരുടെ നിരവധി ഫോട്ടോസ്, അതുപോലെ വീഡിയോ ക്ലിപ്സ് മിക്കവാറുമൊക്കെ എൻ്റെ കൈവശമുണ്ട്. ഇത് ഞാൻ മാത്രം കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, നിങ്ങളും കാണണ്ടേ? അപ്പോൾ അതിനാണ് ഈ പ്രോഗ്രാം ആരംഭിച്ചത്. ചിരിയുടെ ചരിത്രം ചിത്രങ്ങളിലൂടെ. ഈ 50 വർഷത്തെ ചിരിയുടെ കാര്യം പറയുമ്പോൾ ഞാൻ എവിടെ നിന്ന് തുടങ്ങണമെന്ന് ടോട്ടലി കൺഫ്യൂസ്ഡാണ്. എൻ്റെ സ്കൂൾ കാലഘട്ടത്തെക്കുറിച്ച് പറയണമോ, അതോ ഞാൻ മഹാരാസിൽ പഠിച്ച കാലഘട്ടത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മിമിക്സ് പീരീഡ് തുടങ്ങിയ കൊച്ചിൻ കലാഭവനെക്കുറിച്ച്, അല്ലെങ്കിൽ അതിനുശേഷം ഇപ്പോൾ ഞാൻ കലാഭവൻ്റെ സെക്രട്ടറി ആയിട്ട് തുടരുമ്പോഴുള്ള കഥകൾ പറയണമോ, അതോ എൻ്റെ ട്രൂപ്പ് കൊച്ചിൻ ഗിന്നസിനെ കുറിച്ച് പറയണമോ, വീഡിയോ കാസറ്റുകൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ ചരിത്രം പറയണമോ, എൻ്റെ വിദേശ ചരിത്രത്തെ പറയണമോ, വിദേശ യാത്രകളെക്കുറിച്ചും അന്നുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് പറയണമോ, അല്ലെങ്കിൽ എന്താണ് കോമഡി മിമിക്സും പിന്നെ ഞാനും അതിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞ 10-11 വർഷത്തെ അതിനെക്കുറിച്ച് പറയണമോ? ഞാൻ ടോട്ടലി കൺഫ്യൂസ്ഡാണ്. അതിനായിട്ട് ഞാൻ ചെറിയൊരു സൂത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒരു ഡൈസ്. ഈ ഡൈസ് നമുക്ക് ഉരുട്ടി നോക്കാം, ഏത് ഫോട്ടോസാണ് നമുക്ക് വരുന്നത്, അതിനെക്കുറിച്ചാവാം ഇന്നത്തെ ചരിത്രം. നമ്പർ 1 ഏത് ഫോട്ടോയാണെന്ന് നോക്കാം. ഇത് ഞാനും അഭിയും സൈൻസിനുമായിട്ടുള്ളൊരു ഫോട്ടോയാണ്. ഇത് മിമിക്സ് പീരീഡ് ഓഫ് കൊച്ചിൻ ഓസ്കാർ എന്ന വീഡിയോ കാസറ്റിന് വേണ്ടി എടുത്ത ഫോട്ടോയാണ്. ഈ കാസറ്റാണ് 1991 ആദ്യമായിട്ട് കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സെൻസർ ചെയ്ത് പുറത്തിറക്കിയ കോമഡി വീഡിയോ കാസറ്റ്. സൗണ്ട് കേട്ടേ, എന്റെ ഷർട്ട് വീണ സൗണ്ടാണ്. ഇത്രയും വലിയ സൗണ്ടാ? ആ ഷർട്ടിന്റെ ഉള്ളില് ഞാനും ഉണ്ടായി. അത് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തത് എൻ്റെ പ്രിയ സുഹൃത്തും ചിത്രകാരനുമായ ശ്രീ കലാധരനായിരുന്നു. ഈ വീഡിയോ കാസറ്റിൽ അരവിന്ദാക്ഷക്കുറുപ്പ്, അഭി, ആൻ്റണി വാഴക്കുളം, റൊണാൾഡ് പൊയ്യ, നാദിർ ഷാ എന്നിവരായിരുന്നു. ഞാനും സൈനുദ്ദീനും ഇതിൽ ഗസ്റ്റായിട്ടും അഭിനയിച്ചു. ഞങ്ങളുടെ ദൂരദർശൻ്റെ ഒരു പ്രോഗ്രാം ഞങ്ങൾ നടത്തുകയുണ്ടായി. അതാണ് ഇതിൻ്റെ പുറകിലത്തെ പിന്നാമ്പുറ കഥ. ഞാൻ കലാഭവനിലുള്ള സമയത്ത് തന്നെ എനിക്ക് വലിയ താല്പര്യമായിരുന്നു ടെലിവിഷൻ പ്രോഗ്രാമിനോടൊക്കെ. അന്നാണ് വീഡിയോഗ്രാഫിയൊക്കെ ഞാൻ പഠിച്ചത്. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ഒരു പ്രോഗ്രാം കലാഭവൻ്റെ മിമിക്സ് പീരീഡ് ദൂരദർശനിലായിട്ട് ഒന്ന് സമീപിച്ച് ദൂരദർശനിലൊന്ന് ഇത് എടുപ്പിക്കാം. അപ്പം അച്ഛൻ പറഞ്ഞു, താനെന്നൊരു കാര്യം ചെയ്യും, താൻ ദൂരദർശനിൽ പോയി സംസാരിക്കുക. അച്ഛൻ പിന്നെ പറയുന്നതിന് മുമ്പ് അപ്പം തന്നെ ഓക്കെ പറയും. ഞാൻ പിറ്റേ ദിവസം തന്നെ രാവിലെ നേരെ തിരുവനന്തപുരത്തേക്ക് പോയി കൊടപ്പനക്കുന്ന് ചെന്നു. ആ കൊടപ്പനക്കുന്നിൽ ആ ദൂരദർശൻ്റെ ബിൽഡിംഗ് ഇങ്ങനെ കാണുകയാണ്. ധൈര്യമായിട്ട് കലാഭവൻ്റെ ഒരു ബാനർ ഉണ്ടല്ലോ, ധൈര്യമായിട്ട് ചെന്നു ഡയറക്ടറിനെ കണ്ടു. അപ്പോൾ ഡയറക്ടറിൻ്റെ അടുത്ത് മിമിക്സ് പീരീഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്താണെന്ന് പോലും അറിയില്ല. കാരണം അന്ന് ഈ സംഭവം തുടങ്ങിയിട്ട് ആകെ ഒരു 4-5 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, നേരത്തെ നിന്ന് ഞങ്ങൾ മിമിക്രിക്കാരെ അവതരിപ്പിക്കുകയാണ്, അവർ കാര്യം ചെയ്യും, ഞാൻ എൻ്റെ ഒരു പ്രൊഡ്യൂസറിനെ പരിചയപ്പെടുത്തി തരാം, പുള്ളിയുടെ നിന്ന് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രൊഡ്യൂസർ എത്തുകയാണ്, ശ്യാമപ്രസാദ്. ഇന്നത്തെ സംവിധായകൻ, നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ്, അവാർഡുകൾ വാരിക്കൂട്ടിയ വ്യക്തിയാണ്, ചില ചാനലുകളുടെ ഹെഡാണ്. പക്ഷേ ഞാൻ ഇദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എന്താണ് മിമിക്സ് പീരീഡ് എന്ന് അവതരിപ്പിച്ചു. ഞാൻ പറഞ്ഞത് നേരിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാം, നേരിട്ട് കലാഭവനിൽ വരാം. ഞാൻ ഈ വിവരം സന്തോഷത്തോടെ ഒന്ന് കലാഭവനിൽ പറയുന്നു. അദ്ദേഹം ഒരു ദിവസം വരുന്നു എന്ന് അറിയിക്കുന്നു. ഞാനും സൈനുദ്ദീനും ജയറാമും റഹ്മാനും നാരായണൻകുട്ടി രവി ഞങ്ങളെല്ലാവരും ചേർന്ന് കലാഭവൻ ഓഡിറ്റോറിയത്തിൽ ഗംഭീരമായിട്ട് ഈ പ്രോഗ്രാം വിത്ത് സൗണ്ട് ലൈറ്റ് അവതരിപ്പിക്കുക. തൃശ്ശൂർ പൂരം, ഓട്ടോറിക്ഷ എല്ലാ ഐറ്റവും അവതരിപ്പിച്ച് കഴിഞ്ഞ് പുള്ളിക്ക് വളരെ ഇഷ്ടമായി. പുള്ളി പറഞ്ഞു, നമുക്കത് എന്തായാലും തിരുവനന്തപുരത്ത് ദൂരദർശനിൽ എടുക്കാമെന്ന് പറഞ്ഞു. ഒരു ദിവസം ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു, ഞങ്ങളെല്ലാവരും പോകുന്നു. അങ്ങനെ ദൂരദർശനിൽ എടുത്തു. പക്ഷേ ഈ വലിയൊരു പ്രശ്നമുള്ളത്, നമുക്ക് ഈ ദൂരദർശനിൽ വന്നാലും ഇവിടെ കേരളത്തിൽ ഈ തിരുവനന്തപുരം സൈഡിൽ, ആ കൊല്ലം സൈഡിൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. ഇങ്ങോട്ടൊന്നും മലയാളം ടെലികാസ്റ്റ് വന്നിട്ടില്ല. എങ്കിലും ഞങ്ങൾ അറിഞ്ഞു ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം. വീണ്ടും ഞങ്ങൾ ഗൾഫിൽ പോയി 1-2 ഷോയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോഴൊക്കെ ഈ പ്രോഗ്രാം വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് അവിടുത്തെ ഗൾഫിൽ. അപ്പോൾ ഞാൻ ഈ മിക്സറിൻ്റെ മുമ്പിൽ ഇങ്ങനെ നോക്കും, ഇത് എങ്ങനെയാണ് സാധനം മിക്സ് ചെയ്യുന്നതെന്നൊക്കെ നോക്കും. എനിക്ക് വലിയ താല്പര്യമായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ കലാഭവനിൽ നിന്ന് മാറി. ഞാൻ പറഞ്ഞു, സൈനുദ്ദീൻ, നമ്മളിങ്ങനെ ഈ മിമിക്രി മാത്രം ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല, വേറെ ഒന്നും മാറി ചിന്തിക്കണ്ടേ, ആരാണ് ഒരു മാറ്റം ആഗ്രഹിക്കാത്തത്? ഓടെ സൈനുദ്ദീൻ പറഞ്ഞ് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ ഞാൻ കലാഭവനിൽ നിന്ന് മാറി. ആ സമയത്ത് എൻ്റെ ജോലി തിരക്കും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ ഒരു വീഡിയോ കാസറ്റ് എടുക്കുവാനായിട്ട് പുറപ്പെട്ടു. സൈനുദ്ദീന് ഒപ്പമുണ്ട്.
സയൻസിന് താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷേ ഇതെങ്ങനെ ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് കൺഫ്യൂഷനുണ്ട്. ഞാൻ കുറച്ച് നാൾ വീഡിയോഗ്രാഫിയൊക്കെ പഠിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ ഞങ്ങൾ റോഷിനി സ്റ്റുഡിയോ തിരുവനന്തപുരത്ത് ചെല്ലുന്നു. അവിടെ നടന്നില്ല. പിന്നെ ഞങ്ങൾ ദിനേശ് പണിക്കർ എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ സിനിമാ താരവും അന്ന് പ്രൊഡ്യൂസറും ഒക്കെ ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നു. അങ്ങനെ നമ്മൾ എറണാകുളത്ത് മാത്യു സാറിൻ്റെ അടുത്ത് ഇരുന്നു. ഇങ്ങനെ നിരവധി ആളുകളെ ചെന്ന് കണ്ട് വീഡിയോ ക്യാമറ എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോയി കാണുന്നു. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവം എങ്ങനെയാണെന്ന്. ആ സമയത്ത് തിരുവനന്തപുരത്ത് പോയപ്പം നമ്മളൊരു പ്രാവശ്യം ദൂരദർശനിൽ കയറി. അവിടെ വെച്ചാണ് സാക്ഷാൽ ദിലീപ് എന്ന പ്രൊഡ്യൂസറെ കാണുന്നത്. കൊടുങ്ങല്ലൂരിൻ്റെ മകൻ ദിലീപ്. അദ്ദേഹം ഉടൻ തന്നെ പറഞ്ഞു, നിങ്ങളൊരു പ്രോഗ്രാം നമ്മൾ എടുക്കാം, ദൂരദർശൻ്റെ ഒരു പ്രോഗ്രാമിന്. ഓണ പ്രോഗ്രാമാണ്, ലൈവ് ടെലികാസ്റ്റാണ്. ഞങ്ങളോട് തന്നെ റെഡി എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് ഈ സിനിമാ താരങ്ങളെ അനുകരിക്കുന്നതിൽ അന്നും എടുക്കാൻ അബിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് അബിയെ വിളിക്കാം, അതുപോലെ ഒരു ആർട്ടിസ്റ്റും കൂടെ വേണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഒരാളിങ്ങനെ പതുക്കെ എല്ലാ ദിവസവും കലാമല്ലോ വന്ന് പാട്ട് പഠിച്ചിട്ട് പോകുന്ന ഒരാളുണ്ട്, നല്ല ആർട്ടിസ്റ്റാണ്, നമുക്ക് പുള്ളിയെ വിളിച്ച് കളഞ്ഞാലോ. അപ്പം സാന്നിധ്യം ചോദിച്ചാൽ ആരാണ്? ഞാൻ പറഞ്ഞു നാദർഷ. ഓക്കെ, അങ്ങനെ നാദർഷേനും ഫിക്സ് ചെയ്യുന്നു. അന്ന് ഈ രാജീവ് കുമാറിൻ്റെ ഒരു ഐറ്റം ഉണ്ട്, രാജീവ് കുമാർ സംവിധായകൻ്റെ ഒരു ഐറ്റം ഉണ്ട്, ഒരു കച്ചേരി. അത് കണ്ടപ്പോൾ ഞങ്ങൾക്കത് അവതരിപ്പിച്ചാൽ കൊള്ളാമെന്നൊരാഗ്രഹം. ഞങ്ങൾ നേരെ ആ കച്ചേരി എടുത്തങ്ങ് അവതരിപ്പിച്ചു. സാന്നിധ്യം പാട്ട് പാടുന്നു, മൃദംഗം വായിക്കുന്നത് അബി, ഞാൻ ഗിടം വായിക്കുന്നു, അതുപോലെ തന്നെ നാദർഷ വയലിൻ വായിക്കുന്നു. ശ്രീ ബാലേന്ദ്ര മേനോൻ എന്ന സംവിധായകനുമായിട്ട് ചേർന്ന് ഞങ്ങൾ ആ പ്രോഗ്രാം അവതരിപ്പിക്കുന്നു. ഈ പ്രോഗ്രാം ലൈവ് ടെലികാസ്റ്റാണ്. അപ്പോൾ ടെലികാസ്റ്റിൻ്റെ ഇടയ്ക്ക് ചോദിച്ചു ബാനർ എന്ത് വെക്കണം? ഞാൻ പറഞ്ഞു കൊച്ചിൻ ഗിന്നസ്, കൊച്ചിൻ ഗിന്നസ്. അപ്പോൾ ഈ പേരാരും കേട്ടിട്ടില്ല, ഞാൻ തന്നെ കേട്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ടെലികാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങളന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ആളുകൾ നമ്മളെ കാണുമ്പോൾ മുഖത്തോട്ടൊക്കെ നോക്കുന്നുണ്ട്. ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞപ്പം നമ്മളെ കണ്ടപ്പോൾ തന്നെ അവരൊക്കെ എഴുന്നേറ്റു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഒരേ ഒരു ചാനലേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ, അത് ദൂരദർശനാണ്. മാത്രമല്ല ഈ ഓണപ്പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ സ്റ്റേജ് പരിപാടികളൊന്നും ഇല്ല. നാട് കംപ്ലീറ്റ് കാലിയാണ്. ഓണത്തിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം നഗരം ഒറ്റ മനുഷ്യനില്ല. എല്ലാവരും വീടുകളിലുണ്ട്. വീടുകളിലുള്ളവർ മുഴുവൻ ടി വി വെക്കുന്നുണ്ട്. ടി വി വെക്കുന്നവർ മുഴുവൻ നമ്മുടെ പരിപാടി കണ്ടിട്ടുണ്ട്. ഇന്ന് നമ്മളൊരു 100 എപ്പിസോഡ് ചെയ്താലും നമ്മളെ കണ്ടാൽ മനസ്സിലാവുമോ? 10-100 ചാനലാണ് നമ്മളെ പരിപാടി. അത് മാത്രമല്ല, കണ്ടാൽ തന്നെ അവർ ഒരുപാട് പ്രോഗ്രാം കാണണമല്ലോ, ഒരുപാട് മുഖങ്ങളിങ്ങനെ കയറി ഇറങ്ങി പോകുമ്പോൾ പെട്ടെന്ന് ഓർക്കില്ല. ഇതങ്ങനെയല്ലല്ലോ. ആദ്യമായിട്ടാണ് ഒരു മിമിക്സ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ ലൈവായിട്ട് കേരളം മുഴുവൻ എത്തുന്നത്. മറ്റേത് പ്രാദേശികമായിരുന്നു. പിറ്റേ ദിവസം ഞാൻ തിരുവനന്തപുരം തമ്പാനൂർ എത്തുകയാണ്. കാരണം ചങ്ങനാശ്ശേരിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഒരു പെയിൻറ്റിങ് തിയേറ്റർ, ശ്രീ കലാധരൻ മാസ്റ്റർ, കലാപീഠത്തിൻ്റെ സെക്രട്ടറി, അദ്ദേഹം നടത്തുന്ന പെയിൻറ്റിങ് തിയേറ്ററിൽ ഞാനും കൂടാറുണ്ട്. അവിടെ പറഞ്ഞാൽ വിശ്വസിക്കില്ല, സിനിമയിലൊക്കെ ഓരോരുത്തർ അഭിനയിച്ച് പല 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 സിനിമകളായി വരുമ്പോഴാണല്ലോ ഒരാളെ തിരിച്ചറിയുന്നത്. എത്രയോ സിനിമകൾ. ഇത് ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിലുള്ള ആളുകൾ മുഴുവൻ ഈ പ്രോഗ്രാം കാണുക. നമ്മൾ എവിടെ ചെന്നാലും, നമ്മൾ ആ റെയിൽവേ സ്റ്റേഷനിലോട്ട് ചെല്ലുമ്പോൾ, ടിക്കറ്റ് എടുക്കുമ്പോൾ, ട്രെയിനിലോട്ട് കയറുമ്പോൾ എവിടെ ചെന്നാലും നമ്മൾ തിരിച്ചറിയുന്നു നമ്മളൊരു വലിയ താരമായവർ. ഞാൻ ഇത്രയും വർഷം ടി വിയിൽ പ്രോഗ്രാം നടത്തിയിട്ട് എന്തെല്ലാം ചാനലിൽ നടത്തിയിട്ടും ഇതിൻ്റെ 10% പോലും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇത് കണ്ടാൽ മനസ്സിലാകാത്ത ഒരാളില്ല. അങ്ങനെ നമ്മളെ ജനം തിരിച്ചറിയുന്നതിൻ്റെ ഒരു സുഖം ആദ്യമായിട്ട് അനുഭവിച്ചൊരു ദിവസമായിരുന്നു ഈ പറഞ്ഞ പോലെ ഓഗസ്റ്റ് 10-ാം തീയതി. 9-ാം തീയതി ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുന്നു. 10-ാം തീയതി ഞാൻ ചങ്ങനാശ്ശേരി പോകുന്നു. ചങ്ങനാശ്ശേരി ചെന്ന് കഴിഞ്ഞപ്പോഴും ഞാനവിടെ സ്റ്റാറാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും നമ്മൾ സ്റ്റാറാണ്. അങ്ങനെ ഇതിൻ്റെ ഒരു സുഖം അനുഭവിക്കാൻ പറ്റിയത് അന്നായിരുന്നു. അതിൻ്റെ പ്രൊഡ്യൂസർ ദിലീപിനോട് പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിനെ തുടർന്നാണ് മിമിക്സ് പരേഡ് ഓഫ് കൊച്ചിൻ ഓസ്കാർ എന്ന വീഡിയോ കാസറ്റ് ഞാൻ നിർമ്മിച്ചത്. ആ നിർമ്മാണ വേളയിൽ എടുത്ത ഫോട്ടോയാണ് ഇത്.